നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കേരളം വിധിയെഴുതുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ്. കൊടും ചൂടിലും ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ച് നഗര ഗ്രാമങ്ങളിലെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര. വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ. രാജ്യത്തെ മതനിരപേക്ഷതയുടെ കാതൽ ഇടതുപക്ഷമെന്ന് മന്ത്രി എം.പി. രാജേഷ്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തു. കേരളത്തിൽ ഇടതു തരംഗമെന്ന് ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. തൃശൂരിൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും LDF ലീഡ് ചെയ്യുമെന്ന് VS സുനിൽകുമാർ. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP അപമാനകരമായ ശ്രമം നടത്തിയെന്നും ആരോപണം. 20 സീറ്റിലും LDF വിജയിക്കുമെന്ന് പൊന്നാനി മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ. പാലക്കാടിന്റെ മതേതര മനസ്സ് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ കാത്തിരിക്കുകയാണെന്ന് VK ശ്രീകണ്ഠൻ. പാലക്കാട്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വിഭാഗീയതയുണ്ടാക്കുന്ന CPM BJP ശൈലി അത്യന്തം അപകടകരമെന്ന് ഷാഫി പറമ്പിൽ. വടകരയിൽ ജനങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും ഷാഫി. വികസനത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പമെന്ന് ഇത്തവണ പാലക്കാടൻ ജനത പ്രഖ്യാപിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. LDFിലെയും UDFിലെയും ഒരു വിഭാഗം പാലക്കാട് വടകര മണ്ഡലങ്ങളിലുണ്ടാക്കിയ രഹസ്യധാരണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് ഗുണകരമാകും. പ്രചരണ വാഹനത്തിൽ മാരകായുധങ്ങളുമായി വോട്ട് പിടിക്കാനിറങ്ങിയ ഇടതുപക്ഷത്തെ ആലത്തൂരിലെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് NDA ലോക്സഭാ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. കേരളം വിധിയെഴുതുന്നു. നഗര ഗ്രാമപ്രദേശങ്ങളിൽ മികച്ച പോളിംഗാണ് ആദ്യ മണിക്കൂറുകളിൽ ദൃശ്യമായത്. ചൂട് കനത്തതോടെ 10 മണിക്കു ശേഷം ബൂത്തുകളിലെത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു. രാവിലെ 10 വരെ സംസ്ഥാനത്ത് 19.6% പോളിംഗ്. ആദ്യ 3 മണിക്കൂറിൽ പാലക്കാട്ട് 16.62%, ആലത്തൂരിൽ 15.93%, തൃശൂരിൽ 16.15% പോളിംഗ് രേഖപ്പെടുത്തി. ആദ്യ മണിക്കൂറുകളിൽ കൂടുതൽ പോളിംഗ് ആറ്റിങ്ങലിലും കുറവ് വടകരയിലുമാണ്. ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം പാലക്കാട് ജില്ലയിൽ രാവിലെ 11 വരെ പോളിംഗ് ശതമാനം 20.24 ആണ്. ആദ്യ 4 മണിക്കൂറുകളിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 20.89%, ആലത്തൂരിൽ 19.59%വുമാണ് പോളിംഗ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പട്ടാമ്പി 17.75, ഷൊർണൂർ 23.67, ഒറ്റപ്പാലം 21.99, കോങ്ങാട് 20.41, മണ്ണാർക്കാട് 19.38, മലമ്പുഴ 22.33, പാലക്കാട് 20.61% എന്നിങ്ങനെയാണ് പോളിംഗ്. ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തരൂർ 20.51, ചിറ്റൂർ 18.27, നെന്മാറ 18.74, ആലത്തൂർ 19.63, തൃശൂർ ജില്ലയിലെ ചേലക്കര 20.20, കുന്നംകുളം 19.95, വടക്കാഞ്ചേരി 19.82 എന്നിങ്ങനെയാണ് രാവിലെ 11 വരെയുള്ള പോളിംഗ് ശതമാനം. രാജ്യത്തെ മതനിരപേക്ഷതയുടെ കാതൽ ഇടതുപക്ഷമാണെന്ന് മന്ത്രി M.P. രാജേഷ്. കൈലിയാട് KVUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലക്കാട് മണ്ഡലത്തിൽ A. വിജയരാഘവൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും M.P. രാജേഷ് പറഞ്ഞു. 1 മണിക്കൂറോളം ക്യൂവിൽ നിന്നാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. വിജയം കേരളത്തിലുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഒരു ബദൽ മതനിരപേക്ഷ സർക്കാരിൻ്റെ കാതൽ എന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിനുണ്ടാവുന്ന കരുത്ത് മാത്രമേ ഉറച്ച ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ ഉറപ്പാക്കുകയുള്ളൂ. കൈലിയാട് KVUP സ്കൂളിലെ 131 നമ്പർ ബൂത്തിലായിരുന്നു മന്ത്രിക്ക് വോട്ട്. ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു, E. വിനോദ് കുമാർ, സഹോദരൻ MB ബ്രിജേഷ് എന്നിവർക്കൊപ്പമെത്തിയാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാടിന്റെ മതേതര മനസ്സ് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താനാണ് കാത്തിരിക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. പാലക്കാട്ട് ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം VK ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുന്ന ബീപ്പ് ശബ്ദം പുറത്തുവരാൻ സമയമെടുക്കുന്ന കാര്യം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞു. രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ മതേതര മനസ്സുള്ള പാലക്കാട് UDFനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. UDFന്റെ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ബട്ടൺ പ്രസ് ചെയ്ത് ഏറെ സമയം കഴിഞ്ഞിട്ടാണ് സൗണ്ട് വരുന്നത്. അപ്പം അത്
പോളിംഗ് ഓഫീസറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യുകയാണ്. കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വോട്ടിംഗ് നോക്കിക്കാണുന്നത്. ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് പാലക്കാടും അതിനോടൊപ്പം നിൽക്കും. മതേതര മനസ്സാണ് പാലക്കാട്. തീർച്ചയായിട്ടും നല്ല മനസ്സാണ് കേരളം മുതൽ യുഡിഎഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാളും വളരെയധികം ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. രാവിലെ 7 മണിയോടെ ഭാര്യ KA തുളസിക്കൊപ്പം എത്തിയാണ് ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ VK ശ്രീകണ്ഠൻ വോട്ട് രേഖപ്പെടുത്തിയത്. 1 മണിക്കൂറോളം ക്യൂവിൽ നിന്നാണ് ഇരുവരും വോട്ട് ചെയ്തത്. ഷൊർണൂർ മേഖലയിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ 6 മണി മുതൽ തന്നെ വോട്ടർമാരുടെ നിര കാണാമായിരുന്നു. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വോട്ടർമാരെ നേരിട്ട് പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് ചെയ്യിച്ചു. കടുത്ത പോലീസ് സുരക്ഷയാണ് ഓരോ ബൂത്തുകളിലും ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതു തരംഗമുണ്ടാകുമെന്ന് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ തോന്നൂർക്കര AUPS സ്കൂളിൽ 75 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവെ LDFന് അനുകൂലമായിട്ടൊരു തിരഞ്ഞെടുപ്പായിരിക്കും. പൊതുവെ അങ്ങനെയുള്ള ട്രെൻഡാണ് കാണുന്നത്. ഇപ്പോൾ ഈ ആലത്തൂർ മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയെടുപ്പായിരിക്കും ആലത്തൂരും ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDFിലെയും UDFിലെയും ഒരു വിഭാഗം വടകരയിലും പാലക്കാട്ടുമുണ്ടാക്കിയ രഹസ്യധാരണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് ഗുണകരമാകുമെന്ന് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. പാലക്കാട് കൽപ്പാത്തി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു C കൃഷ്ണകുമാർ. വിവാദങ്ങളെയും നുണപ്രചരണങ്ങളെയും പാടെ അവഗണിച്ച് വികസനമെന്ന കേന്ദ്രബിന്ദുവിലൂന്നിയാണ് NDA പ്രചരണം നടത്തിയത്. വികസനത്തിൻ്റെ രാഷ്ട്രീയം പാലക്കാടിന് സ്വീകാര്യമാണെന്നും ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ NDA വിജയിക്കുമെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. സാധാരണക്കാർക്കായിട്ടുള്ള നിരവധി പദ്ധതികളെല്ലാം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ പാലക്കാട് ഇതുവരെ ലഭിക്കാത്ത അത്രയും വികസന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അത് ഇത്തവണ NDAക്ക് വലിയ അനുകൂല ഘടകമായിട്ട് പാലക്കാടും കേരളത്തിലും മാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തൃത്താല മണ്ഡലങ്ങളിലുണ്ടായ UDF LDF ധാരണയ്ക്ക് സമാനമായി ഇത്തവണ ഇരു മുന്നണികളിലെയും ഒരു വിഭാഗം പാലക്കാട്ടും വടകരയിലും രഹസ്യധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു മുൻ മന്ത്രിയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. ഈ രഹസ്യധാരണയിൽ അസംതൃപ്തരായ LDFിലെയും UDFിലെയും വലിയൊരു വിഭാഗം മാനസികമായി NDAക്കൊപ്പമാണെന്നും പാലക്കാട്ട് താമര വിരിയാനാണ് ഇവർ കാത്തിരിക്കുന്നതെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. കഴിഞ്ഞ തവണ പാലക്കാടും തൃത്താലയും തമ്മിലുണ്ടാക്കിയ അതേ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ UDFന് അനുകൂലമായിട്ടും പാലക്കാട് LDFന് അനുകൂലമായിട്ടും ഒരു മുൻ മന്ത്രിയുടെയും ഒരു ഇപ്പോൾ നിലവിലുള്ള മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു രഹസ്യധാരണയുണ്ടായി. ആ രഹസ്യധാരണ ഇത്തവണ CPMലെയും UDFിലെയും അതൃപ്തരായിട്ടുള്ള ആളുകൾ NDAക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു ഘടകമായിട്ട് മാറുന്നത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി വിഭാഗീയതയുണ്ടാക്കുന്ന ഇടതുരീതി അപകടകരമാണെന്ന് ഷാഫി പറമ്പിൽ. വടകരയിലെ ജനങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പാലക്കാട് മണപ്പുള്ളിക്കാവ് GLP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി എന്തു ഹീനമായ മാർഗങ്ങളും LDF സ്വീകരിക്കുമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. LDFും NDAയും വിഭാഗീയത സൃഷ്ടിച്ച് വോട്ട് പിടിക്കാനാണ് ശ്രമം നടത്തിയത്. കേരളത്തിൽ ഇത് നടക്കില്ല. വളരെ ഹീനമായ മാർഗങ്ങൾ തേടുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയം തോൽവി അവിടെ നിൽക്കട്ടെ, പക്ഷെ നാട്ടിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കിയാൽ വിഭജിക്കാൻ എളുപ്പമാണ്, ഒരുമിപ്പിക്കാനാണ് പ്രയാസം. അപ്പം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ വേർതിരിവ് നടത്തിയ അതിൻ്റെ പ്രയാസങ്ങൾ സമൂഹത്തിൽ പിന്നീട് ഉണ്ടാകും. മതേതരത്വം ഉയർത്തിപ്പിടിച്ചാണ് UDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. കേരളത്തിൽ UDFന് ചെയ്യുന്ന ഓരോ വോട്ടും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീണ്ടെടുക്കാനുള്ള ആയുധമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സമാധാനമാണ് വടകരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ബോംബിനും കൊട്ടേഷനുമെതിരെ അവർ വിധിയെഴുതുമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. ഇന്നത്തെ വർഷം രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ചൂടൊക്കെ സഹിക്കാം. ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് ലേക്ക് പോകുന്ന ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് ഇത് ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും
ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീണ്ടെടുക്കാൻ ഏറ്റവും വലിയ കരുത്തായി മാറും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF 20 സീറ്റും നേടുമെന്നും പൊന്നാനിയിലും ആലത്തൂരിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നും പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ തൊഴുപ്പാടം അംഗനവാടി 53-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ വലിയ പ്രതീക്ഷയുണ്ട്, ഇവിടെ അതിനൊക്കെ പ്രതീക്ഷയുണ്ട്. രണ്ടും ഇടതു മുന്നണി. കേരളത്തിൽ ഒരു ഇടത് അനുകൂല തരംഗം ദൃശ്യമാണ്. കാരണം ബാബരി തകർച്ചയ്ക്ക് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് 93 ഒറ്റപ്പാലം ബൈ ഇലക്ഷൻ ഉണ്ടായി. 93 KR നാരായണൻ മരിച്ചതിന് ശേഷം ഒഴിവ് വന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ ആ വിജയമായിരിക്കും ഇതിന് വരാൻ. തൃശൂരിൽ LDF മികച്ച വിജയം നേടുമെന്ന് VS സുനിൽകുമാർ. 7 അസംബ്ലി മണ്ഡലത്തിലും LDF ലീഡ് ചെയ്യും. ഒരു ആശങ്കയുമില്ലെന്നും VS സുനിൽകുമാർ പറഞ്ഞു. പണം കൊടുത്ത് പാവപ്പെട്ടവരെ സ്വാധീനിക്കാനുള്ള അപമാനകരമായ ശ്രമമാണ് തൃശൂരിൽ BJP നടത്തിയത്. BJP പ്രവർത്തകർ വിതരണം ചെയ്ത പണത്തിന്റെ ഉറവിടം പരിശോധിക്കണം. പണം വിതരണം ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. മണ്ഡലത്തിന് പുറത്തുള്ളവരെ വ്യാജ അഡ്രസ്സുകളിൽ വോട്ടർ പട്ടികയിൽ ചേർത്തു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ ചേർത്ത് കൃത്രിമം നടത്തി. വ്യാജ അഡ്രസ്സിലുള്ള വോട്ടുകൾ പോളിംഗ് ബൂത്തിൽ ചലഞ്ച് ചെയ്യും. BJP കരുതുന്ന പോലെ പണം കൊടുത്ത് വോട്ട് വാങ്ങി അല്ലെങ്കിൽ വോട്ട് കൊടുക്കുമെന്ന് പറയുന്ന നാണം കെട്ട സമീപനം ഇവിടുത്തെ വോട്ടർമാർക്കില്ല. ഇത് സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷന്റെ എല്ലാ എത്തിക്സിനെയും BJP ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. അതിനുള്ള കനത്ത പരാജയം അല്ലെങ്കിൽ കനത്ത തിരിച്ചടി BJPക്ക് ഇവിടെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ കർക്കശമായ അന്വേഷണം ഉണ്ടാവണം. അത് ഈ പൈസ കൊടുത്ത സോഴ്സ് എവിടെ നിന്നാണ്? പല സ്ഥലങ്ങളിലും ഇപ്പോൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. എല്ലാം BJPക്കാരാണ്. കേരളത്തില് വയനാട്ടിലും പല സ്ഥലങ്ങളിലും കിറ്റുകൾ വിതരണം ചെയ്യുന്നു. കണ്ടെയ്നറുകളിൽ പിന്നെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കിറ്റുകൾ വിതരണം ചെയ്യും. ഇതൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്ന പ്രവണത കോർപ്പറേറ്റുകളുടെ 10,000-കണക്കിന് കോടി രൂപ കയ്യിലിരിക്കുന്ന BJP ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. തൃശൂരിൽ LDF മികച്ച വിജയം നേടുമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. അസംബ്ലി മണ്ഡലങ്ങളിലെല്ലാം LDF ലീഡ് ചെയ്യും. ഒരു ആശങ്കയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പിച്ചാത്തിത്തിളക്കമാണ് രാധാകൃഷ്ണന്റെയും ഇടതുപക്ഷത്തിന്റെയും വിജയത്തിന്റെ ഉറവിടമെന്ന് NDA ആലത്തൂർ ലോക്സഭാ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മാരകായുധങ്ങൾ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തിരഞ്ഞെടുപ്പോടെ ചിഹ്നം നഷ്ടപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി വടിവാൾ പാർട്ടിയായി മാറുന്ന സ്ഥിതിയാണ്. തിരഞ്ഞെടുപ്പ് കാലയളവിൽ മാരകായുധം കൊണ്ടു നടക്കുന്നത് കേസെടുക്കാൻ വകുപ്പുള്ളതാണെന്നിരിക്കെ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. AKG സെന്ററിൽ നിന്ന് പറയുന്നത് അതേപടി അനുസരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പരാജയ ഭീതിയിൽ അക്രമം അഴിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത്. ഈ വിഷയത്തിൽ നീതിപൂർവമായ അന്വേഷണം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മത്സരിക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞു. പക്ഷേ ഈനാൻ വെച്ച് മരപ്പട്ടിയേക്കാൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യോജിക്കുക വടിവാളാണ്. ഒരു വടിവാൾ പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിന് അധപ്പതിക്കുകയാണ്. ഇന്ന് കാണുന്ന ഈ മുഖ്യമന്ത്രി, ഇന്ന് കാണുന്ന മന്ത്രിമാരൊന്നും അടുത്ത കാലത്ത് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു വടിവാൾ മന്ത്രിയായി രാധാകൃഷ്ണൻ മാറുന്നു, ഒരു വടിവാൾ പാർട്ടിയായി CPM മാറുന്നു. ഇത് അപലപനീയവും മ്ലേച്ഛവുമാണെന്ന് ഞാൻ പറഞ്ഞു. ജുത്സാവഹമാണ്. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണം. മന്ത്രി മറുപടി പറയണം. രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയണം. മേഖലാ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ, PR രാജ്കുമാർ, TC പ്രകാശൻ, K ബാലകൃഷ്ണൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളത്തിൽ LDF തരംഗം ഉറപ്പെന്ന് മുഹമ്മദ് മുഹസിൻ MLA. രാജ്യത്ത് ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ വരുമെന്നും MLA പറഞ്ഞു. ഓങ്ങല്ലൂരിലെ കാരക്കാട് എയ്ഡഡ് മാപ്പിള അപ്പർ പ്രൈമറി സ്കൂളിലെ 137-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് മുഹസിൻ MLA. ഒരു ഇടത് തരംഗം തന്നെ കേരളത്തിലുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം
ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥവും ആയിട്ടുള്ള ബദൽ, വിശ്വസിക്കാവുന്ന ബദൽ ഇടതുപക്ഷമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പട്ടാമ്പി താലൂക്കിലെ 321 ബൂത്തുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എല്ലാ ബൂത്തുകളിലും രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. എന്നാൽ മിക്ക ബൂത്തുകളിലും വോട്ടിംഗ് മന്ദഗതിയിലാണ് നടക്കുന്നത്. ഞാങ്ങാട്ടിരി UP സ്കൂളിലെ 107 നമ്പർ ബൂത്തിലും വടനംകുറിശി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 143 നമ്പർ ബൂത്തിലും രാവിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. തുടർന്ന് പ്രശ്നം പരിഹരിച്ച ശേഷമാണ് വോട്ടിംഗ് ആരംഭിച്ചത്. പരാജയ ഭീതിയിലായ LDF അക്രമം അഴിച്ചുവിട്ട് സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി UDF. ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു UDF ഭാരവാഹികൾ. LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ പ്രചരണ പരിപാടിയിലെ വാഹനത്തിൽ മാരകായുധങ്ങൾ കരുതിയിരുന്നത് CCTV ക്യാമറയിൽ നിന്ന് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. സംഭവം പുറത്തു വന്നപ്പോൾ തടിയുരുവാൻ വേണ്ടി ബാലിശമായ വാദങ്ങളാണ് CPM നടത്തുന്നത്. സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിശദീകരണം കേട്ടാൽ തന്നെ നിഷ്പക്ഷരായ ആളുകൾക്ക് കാര്യം മനസ്സിലാകുമെന്നും UDF ഭാരവാഹികൾ പറഞ്ഞു. ഇതൊരു സാധാരണ ഒരു കാര്യമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പ് മഹോത്സവം നടക്കുന്ന സമയത്ത് ആർക്കെതിരെയാണ് ഇത്ര ആയുധശേഖരം ഈ CPM നേതൃത്വത്തിൽ K രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പുറത്തു വരണം. അതിന് ഏതറ്റം വരെ പോകാനും UDF സംവിധാനം അതിനുവേണ്ടി ഉപയോഗിക്കും. ഇത് അവസാനിക്കുന്നതാണ്. നമ്മളിപ്പോൾ വടകരയിൽ കണ്ടതില്ല, അവസാനം ജയിക്കാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയത് ഇത്രയും ആയുധശേഖരം. ആരാണ് ഇത്രയും വലിയ വടിവാളോട് കഴുന്നു മുറിക്കാൻ പോകുന്നത്? കഴുന്നു മുറിക്കുന്ന തൊഴിലാളികളൊക്കെ നമുക്ക് എല്ലാവരും കാണുന്നത് തന്നെയാണ്, നമുക്ക് അറിയുന്നതാണ്. ഇത്രയും വലിയ വടിവാളും പിന്നെ കാറ് മറച്ചിട്ടൊക്കെ കഴുന്നു മുറിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒരു 2 നമ്പർ മാത്രമേ ഇതിനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കൊടി കൊണ്ട് മറച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലാണ്. പിന്നെ അത് അനുഗമിക്കുന്ന ഒരു വണ്ടി കൂടിയാണ്. ആ വണ്ടി ഏതാണെന്നും അതിലെ ആളുകൾ ഏതാണെന്നും ഒക്കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അറിയില്ല എന്നാ പറയുന്നത്. അപ്പൊ ദുരൂഹതയാണ് മൊത്തത്തിൽ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്മാരായ PM മനീഷ്, PI ഷാനവാസ്, UDF ആലത്തൂർ പാർലമെന്റ് കമ്മിറ്റി കൺവീനർ PM അമീർ, TK സെയ്തലി, E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, PK മുരളീധരൻ, T ഗോപാലകൃഷ്ണൻ, വിനോദ് പന്തലാടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മണ്ണൂർ, ലക്കിടി, മങ്കര പഞ്ചായത്തുകളിൽ വോട്ടിംഗ് സമാധാനപരം. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. കടുത്ത ചൂട് അധികരിച്ചതിനാൽ വിവിധ പോളിംഗ് ബൂത്തുകളിൽ പന്തൽ സൗകര്യവും കുടിവെള്ളവും ഒരുക്കി അധികൃതർ. മണ്ണൂർ കിഴക്കമ്പറം സ്കൂളിൽ സജ്ജീകരിച്ച പോളിംഗ് സ്റ്റേഷനിലെ 130 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് അരമണിക്കൂർ വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. നമ്മുടെ ഇവിടെ പൊതുവെ വോട്ടിംഗ് ശതമാനം രാവിലെ തന്നെ ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. എല്ലാ വോട്ടർമാരും അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി നിറന്ന വലിയൊരു ക്യൂ ആണ് പ്രകടമാകുന്നത്. അത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ 130 ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ ഒരു ഭാഗപ്പിഴവുണ്ടായിരുന്നു, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്ത് വോട്ടിംഗ് മെഷീൻ ഉദ്യോഗസ്ഥർ മാറ്റി സ്ഥാപിച്ച് 7:30 നമുക്കിവിടെ പോളിംഗ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും ജനങ്ങൾക്കും സന്തോഷമാണ്. 129 നമ്പർ മാതൃകാ പോളിംഗ് ബൂത്തായതിനാൽ നാരങ്ങ വെള്ളം, പന്തൽ, ഇരിപ്പിടം എന്നിവയും അധികൃതർ ഒരുക്കിയിരുന്നു. പോളിംഗ് ആരംഭിച്ച ആദ്യ അരമണിക്കൂർ മാത്രമാണ് തിരക്ക് അനുഭവപ്പെട്ടത്. രോഗികൾക്ക് വീൽചെയറും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കോട്ടായി മേഖലയിൽ മികച്ച പോളിംഗ്. വോട്ടിംഗ് ആരംഭിച്ച് ആദ്യ 4 മണിക്കൂറിൽ തന്നെ 31% പോളിംഗ് രേഖപ്പെടുത്തി. കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ മേഖലകളിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ 7 മണിക്ക് മുൻപ് തന്നെ വോട്ടർമാരുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. പൊള്ളുന്ന വെയിലിൽ നിന്ന് രക്ഷ തേടാനായി രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാമെന്ന കണക്കുകൂട്ടലിൽ പോളിംഗ് ബൂത്തിൽ എത്തിയവരായിരുന്നു അധികവും. ബൂത്തുകളിൽ പ്രായമായവർക്കും രോഗികൾക്കും പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. തരൂർ MLA PP സുമോദ് കോട്ടായി സർക്കാർ ഹൈസ്കൂളിലെ 21 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം വിധിയെഴുതുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ്. കൊടും ചൂടിലും ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ച് നഗര ഗ്രാമങ്ങളിലെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര. വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ. രാജ്യത്തെ മതനിരപേക്ഷതയുടെ കാതൽ ഇടതുപക്ഷമെന്ന് മന്ത്രി MP രാജേഷ്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തു. കേരളത്തിൽ ഇടതു തരംഗമെന്ന് ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ. തൃശൂരിൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും LDF ലീഡ് ചെയ്യുമെന്ന് VS സുനിൽകുമാർ. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP അപമാനകരമായ ശ്രമം നടത്തിയെന്നും ആരോപണം. 20 സീറ്റിലും LDF വിജയിക്കുമെന്ന് പൊന്നാനി മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ.
പാലക്കാടിന്റെ മതേതര മനസ്സ് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ കാത്തിരിക്കുകയാണെന്ന് VK ശ്രീകണ്ഠൻ. പാലക്കാട്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വിഭാഗീയതയുണ്ടാക്കുന്ന CPM-BJP ശൈലി അത്യന്തം അപകടകരമെന്ന് ഷാഫി പറമ്പിൽ. വടകരയിൽ ജനങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും ഷാഫി. വികസനത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പമെന്ന് ഇത്തവണ പാലക്കാടൻ ജനത പ്രഖ്യാപിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. LDF-ലെയും UDF-ലെയും ഒരു വിഭാഗം പാലക്കാട് വടകര മണ്ഡലങ്ങളിലുണ്ടാക്കിയ രഹസ്യധാരണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് ഗുണകരമാകും. പ്രചരണ വാഹനത്തിൽ മാരകായുധങ്ങളുമായി വോട്ട് പിടിക്കാനിറങ്ങിയ ഇടതുപക്ഷത്തെ ആലത്തൂരിലെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് NDA ലോക്സഭാ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.